പാലക്കാട്ടെ മലമ്പുഴ ഉദ്യാനം അടച്ചു പൂട്ടിയിട്ട് 7 മാസം കഴിയുകയാണ്. നവീകരണത്തിനായാണ് ഉദ്യാനം അടച്ചുപൂട്ടിയത്. സർക്കാരിൽ നിന്നും സാങ്കേതിക അനുമതി പോലും ലഭിക്കും മുൻപാണ് പാർക്ക് അടച്ചുപൂട്ടിയത്. ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെ പൊളിക്കുകയും ചെയ്തു. കേരളത്തിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ. ഡാമിനോട് ചേർന്നുള്ള ഉദ്യാനം നവീകരണത്തിനായി പൊളിച്ചിട്ട് 7 മാസം കഴിഞ്ഞു. വിനോദസഞ്ചാരികൾ വരാത്തത് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ടൂറിസം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ മാനേജ്മെന്റ് ചെയ്യുന്നത് ഇറിഗേഷൻ. പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് യാതൊരുവിധ ഐഡിയ ഇല്ല. ഞങ്ങൾ നിരന്തരം ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് ഒരു കൃത്യമായ മറുപടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കൃത്യമായ മറുപടി തരാൻ കഴിയില്ല. ഇപ്പോൾ അവർ ഫൈനലി പറയുന്നത് ഡിസംബറിലേക്ക് 8 പോർഷൻ പണിയെടുത്തിട്ട് തുറന്നു തരാം എന്നുള്ളതാണ് നിലവിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. വ്യാപാരം പറഞ്ഞാൽ കച്ചവടം തീരില്ലാണ്ടായി, ജനങ്ങൾ വരുന്നില്ല, വന്ന ജനങ്ങൾ നിൽക്കുന്നില്ല, ഒരു ചീത്ത പറഞ്ഞ പോകുന്നത്. അപ്പോൾ നമ്മൾ കച്ചവടം 8 മാസമായിട്ട് കച്ചവടം തീരില്ല. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഉദ്യാനം നവീകരണത്തിനായി ടൂറിസം വകുപ്പിന് കൈമാറി. ഊരാളുങ്കലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കരാറെടുത്തത്. നിലവിൽ ചുറ്റുമതിൽ നിർമ്മാണമാണ് പൂർത്തിയായത്. കേന്ദ്ര സർക്കാരിന്റെ 75 കോടി രൂപ മുടക്കിയാണ് നവീകരണം നടത്തേണ്ടത്. സംസ്ഥാന സർക്കാരിൽ നിന്നും സാങ്കേതിക അനുമതി പോലും ലഭിക്കും മുൻപാണ് പാർക്ക് അടച്ചിട്ട് പൊളിക്കൽ നടത്തിയത്. സാങ്കേതിക അനുമതി ലഭിച്ച് പണികൾ തുടങ്ങാൻ ഇനിയും സമയമെടുക്കും. പാർക്ക് അനന്തമായി അടച്ചിടുന്നത് മലമ്പുഴ ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കും. മീഡിയ 1 പാലക്കാട്.